പ്രാഥമിക സഹകരണ സംഘങ്ങളെ തകർക്കുന്ന കേരള ബാങ്ക് നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ധർണ നടത്തി. കാസർഗോഡ് CPC-ക്ക് മുന്നിൽ നടന്ന ധർണ സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. കേരള ബാങ്ക് വ്യക്തിഗത നിക്ഷേപങ്ങൾക്ക് നൽകിവരുന്ന പലിശ ഉയർത്തി പ്രാഥമിക സംഘങ്ങൾ നൽകുന്നതിന് തുല്യമാക്കിയത് പിൻവലിക്കുക, പ്രൈമറി സംഘങ്ങളുടെ ഓഹരികൾക്ക് ലാഭവിഹിതം നൽകുകയോ അല്ലാത്തപക്ഷം തിരിച്ചു നൽകുക, പലിശ നിരക്കിലെ അശാസ്ത്രീയമായ വർധനവ് പിൻവലിക്കുക, സഹകരണ സംഘം ജീവനക്കാരുടെ നിയമന സംവരണം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കാസർഗോഡ് CPC-ക്ക് മുന്നിൽ ധർണ നടത്തിയത്. ധർണാ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഷെയർ എമൗണ്ട് തിരികെ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇന്നത്തെ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഈ ഭരണ സംവിധാനം തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം, കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ 3 ടയർ സിസ്റ്റം, ആ 3 ടയർ സിസ്റ്റത്തിൽ നമുക്കറിയാം 14 ജില്ലകളിലും ലാഭകരമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളുണ്ടായിരുന്നു. കേവലം 1, 2, 3 ബാങ്കുകൾ മാത്രമായി ജില്ലയിലുണ്ടായ ബാങ്കുകൾ മാത്രം നഷ്ടത്തിലുണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റ് PK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. K ശശി, CE ജയൻ, PK പ്രകാശ് കുമാർ, M പുരുഷോത്തമൻ നായർ, സുജിത് പുതുക്കൈ, K നാരായണൻ നായർ, MS പുഷ്പലത, M അബ്ദുല്ല, G മധുസൂദനൻ, M സുനിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.